101 ഡിഷസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് റോസ്റ്റാണ്. അതിനായി 1 കിലോ ബീഫ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, 2 വലിയ പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില. ഇതൊരു കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ബീഫ് കുക്കറിലേക്ക് ഇടുക. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞളും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ നന്നായിട്ട് ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് താളിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇതിനായിട്ട് ഇവിടെ 2 വലിയ സവാളയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ആദ്യം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം വേണം സവാള ഇട്ട് കൊടുക്കാൻ. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ആ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക, മീഡിയം ഫ്ലെയിമിലിട്ട്. ഇവിടെ ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂണല്ല ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡൻ കളർ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം, മീഡിയം ഫ്ലെയിമിലിട്ട്. മീറ്റ് മസാലയും മല്ലിയും ടേബിൾ സ്പൂണാണ് ഇട്ടത്. ഇപ്പം നല്ല വെളിച്ചെണ്ണയൊക്കെ ഇവിടെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മസാലയുടെ പച്ചമണമൊക്കെ മാറി. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഇതിലേക്ക് നമുക്ക് ഗരം മസാല, അതായത് ഇത് പട്ട, കരയാമ്പ്, ഏലക്ക, തക്കോലം, ജാതിപത്രി, ഒരു ചെറിയ ജാതിക്കയുടെ കഷ്ണം, പിന്നെ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം, ഇതെല്ലാം കൂടി പൊടിച്ചതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇതിനെ ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കുക, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാം ഇത് ഇറക്കുന്നതിന് മുമ്പ് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വിഭവമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.